ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ട് ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. ഇത് വെക്കേഷൻ ആയത് കാരണം രാവിലെ ഇതാണ് ഉറക്കം സമയം, 7 മണി 8 മണിയൊക്കെ. ഇന്നലെ വിചാരിച്ചു ഇന്ന് രാവിലെ എഴുന്നേൽക്കണം. പിന്നെ എൻ്റെ അങ്ങോട്ടുള്ള ഡേ മൈ ലൈഫ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. കണ്ണും തുറക്കാൻ പറ്റില്ല, കണ്ണൊക്കെ പൊളിച്ച് കിട്ടും. ഭയങ്കര ചൂടല്ലേ. ഇപ്പം രാവിലത്തെ പണിയിൽ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നായ്ക്കുട്ടിയെ വീട്ടിനകത്താണ് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് മൂത്രം ഒഴിച്ച് തന്നു. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഇവനെ ഇപ്പോൾ പേടിച്ച് രാത്രി വെളിയിൽ കെട്ടത്തില്ല. പേടി, ചൂട് കാരണം ഇഴജന്തുക്കളുടെ ശല്യം ചിലപ്പോൾ ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ടിട്ട് രാത്രി ഞങ്ങളൊപ്പം ഹാളിൽ തന്നെ അവനെ കെട്ടണത്. ഞങ്ങൾ റൂമിൽ കിടക്കുമ്പോൾ ഹാളിൽ ലൈറ്റ് ഇട്ട് കൊടുത്ത് ഫാനൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മുള്ളിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് അതാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആകാൻ പോകത്തുള്ളൂ. എനിക്ക് ഞാനൊന്ന് കിറുങ്ങുവാണ്. അപ്പോൾ ഞാൻ ബക്കറ്റും വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്, മാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി തുടച്ച് ക്ലീൻ ആക്കുക. അവനെ അഴിച്ച് വെളിയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ് രാവിലത്തെ ജോലി അങ്ങ് ഒതുങ്ങി കേട്ടോ. കാരണം രാവിലെ ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ബാക്കിയല്ല. പല്ലുതേപ്പും കുളിയും ഇട്ടുന്ന തുണിയൊക്കെ കഴുകിയിട്ട എളുപ്പം. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. അപ്പം ഇന്ന് ഉറക്കപ്പായിന്നേ തുടങ്ങിയതാണ്. അപ്പം ഞാൻ വേറെ ഒന്നും കാണിക്കും, ഞാൻ എന്താണ് ചെയ്യുന്നത് അത് മാത്രമാണ് ഡേ ലൈഫിൽ കാണിക്കുന്നത്. ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് ഓട്ടിച്ചോടിച്ച് കാണിക്കാൻ പറ്റില്ല, കുറച്ച് കാണിക്കാം. അതാണ് എൻ്റെ ഇവിടുത്തെ ജീവിത രീതി. അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ വീട്ടിലോട്ട്. ആദ്യമായിട്ടാണ് തുറക്കാം അടുക്കള. അടുക്കള അടക്കണമല്ലോ. രാത്രി ആഹാരം കഴിച്ചിട്ട് ആൾമാർ ഇട്ടിട്ട് പോണത്. ഇനി ഇത് ഞാൻ കഴുകി വയ്ക്കണം. രാത്രി കഴിക്കണ ഓരോ പണിയാണ്. ഇപ്പം ഞാൻ വന്നിനി കഴുകണം. ചമ്മന്തി അരച്ചതും ഒക്കെ ഈ കാപ്പിക്കുള്ള മാവിരിപ്പുണ്ട്. അപ്പത്തിന് അരച്ച് വെച്ചതാണ്. അപ്പം ഇന്ന് കറി മുട്ടയാണ്. അപ്പം 3 മുട്ട വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് രാവിലത്തെ പണി. ഇനി കടകം കൂടെ തുറക്കും. നമ്മളെ കാണും, പറയണ വാക്ക് പാലിക്കണമില്ല. അങ്ങനെ എൻ്റെ വടക്കേ സൈഡൊക്കെ തുറന്നിട്ട് അപ്പം നമുക്കിവിടെ ഇനി എന്താ പണിയെന്നറിയാം, സ്റ്റാൻഡിലൊന്ന് മൊബൈൽ വെക്കണം. അപ്പോഴേ കൂട്ടുകാർ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചക്കറി കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കറിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നറിയാം, കുക്കറിലാകുമ്പം പെട്ടെന്ന് അടിച്ചെടുക്കാം. 10 മിനിറ്റ് ചീനച്ചട്ടിയിലിട്ട് വയറ്റിയെടുക്കണ ആ സമയം മതി 10 മിനിറ്റ് കുക്കറിലിട്ട് അടിച്ച് കറിയാക്കി എടുക്കാൻ പറ്റും. കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായി, ഗ്യാസൊന്നും കിട്ടത്തില്ല ഇനിയിപ്പോഴൊന്നും. എൻ്റെ ഒരു ഗ്യാസ് തീർന്നപ്പോൾ ഒന്നെടുത്ത് വെച്ചതേ ഉള്ളൂ. അതിപ്പോൾ 45 ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ളും ഗ്യാസിലിട്ടാണ് ആഹാരം വയ്ക്കുന്നത്. കുടിവെള്ളം വരെ ഗ്യാസിലിട്ടാണ് വയ്ക്കുന്നത്. കാരണം എനിക്ക് വിറകൊന്നുമില്ല കത്തിക്കാനായിട്ട്. അതുപോലെ ഈ ചൂട് സമയത്ത് വിറക് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിറകിട്ട് കത്തിക്കുമായിരുന്നു. ഈ ചൂട് സമയത്ത് എനിക്ക് വിറകുമില്ല. അതുകൊണ്ടിട്ട് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എല്ലാം കുക്കറിലല്ല, എല്ലാം ഗ്യാസിലിട്ടാണ് വയ്ക്കുന്നത്. അപ്പം ഗ്യാസ് മാത്രമേ എനിക്കൊരു ആശ്രയമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു കറണ്ടടുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാനിപ്പം ഗ്യാസിൽ തന്നെ വയ്ക്കുന്നത്. എന്തിന് ഏറെ പറയണ, ഞാൻ കുടിവെള്ളം വരെ കുക്കറിലിട്ടാണ് തിളപ്പിച്ചെടുത്തത്. കാരണം കുക്കർ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിനകത്ത് കുടിവെള്ളം വെച്ച് തിളപ്പിച്ചു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അതിൽ മറ്റേ സാമ്പാറിൻ്റെ ഒന്നും മണം വരത്തൊന്നുമില്ല. നന്നായിട്ട് കുക്കർ വൃത്തിയായിട്ട് വരികയും ചെയ്യും. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഞവടി പിന്നെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ മഞ്ഞൾ ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് മുട്ടക്കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ കറിയുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അപ്പവും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച് അപ്പം ഉണ്ടാക്കിയതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയത്. കാരണം എന്താണെന്ന് പറയുക, എനിക്ക് പെട്ടെന്ന് ഞാൻ ജോലി തീർക്കും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല.
അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെയുള്ള കാര്യത്തിലോട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഈ കുക്കറിൽ വെച്ചാൽ പണിയൊക്കെ നടക്കുമല്ലോ. അപ്പം ബാക്കി ഞാൻ അപ്പോൾ രാവിലത്തെ പണിയെന്ന് വെച്ചാൽ അത് കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ കൊണ്ടുവച്ച അപ്പോൾ മുട്ടക്കറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് കഴിക്കാം. അപ്പോൾ എൻ്റെ മെയിൻ പണിയെന്ന് വെച്ചാൽ എന്നും സീരിയൽ കണ്ടിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ സീരിയൽ ഇല്ലാത്ത ദിവസം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ തന്നെ വേറൊരു മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കും. കാരണം TV ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തന്നെ മറ്റൊരു ഇതായിട്ട് ഞാൻ ആ റീൽസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പാടുന്നതും ഇങ്ങനെയൊക്കെ വായൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്വന്തമായിട്ട് നമ്മൾ ഒരു കഴിവില്ലാത്തവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേകത ഇത് തന്നെയാണ്. അപ്പം രാവിലത്തെ എൻ്റെ മെയിനായിട്ടുള്ള പണി ഇത് തന്നെ. അപ്പോൾ ഈ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി മറ്റുള്ള ഉച്ചയ്ക്കുള്ള പണിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ച് റൈസ് കുക്കറിൽ വെച്ച് പിന്നെ കുടിവെള്ളം തിളപ്പിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഈ രാവിലത്തെ പണി കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പണികളിലോട്ട് കിടക്കാം. അപ്പോൾ ഉച്ചയ്ക്കുള്ളത് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിയലിനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് പച്ചക്കറിയാണ്. അപ്പോൾ പച്ചക്കറി വെച്ച് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കറിയോ 2 കറിയോ കാണും. മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഇട്ടൊരു അവിയലും ചിലപ്പോൾ ഒരു ചമ്മന്തി എന്തെങ്കിലും കാണും കേട്ടോ. പച്ചക്കറി ആയിരുന്നു എല്ലാവരും സഹകരിച്ചിരിക്കും. കഴിച്ച അപ്പം അതായത് ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കുകയാണ്. അപ്പോൾ സാമ്പാർ, അവിയൽ, ഉണക്കമ്മയും വറുത്തത്, പിന്നെ നല്ല മാങ്ങ ഇട്ട ചമ്മന്തി. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്കുള്ള ഊണ്. എൻ്റെ അടുത്ത് അപ്പുറം 2 ലിടുക്കികൾ ഇരിപ്പുണ്ട് കേട്ടോ. ലഡാക്കി കാരണം ചോറ് ഞാൻ വെച്ച് കറി ഇവർ വെച്ച്. അതാണ് ഉണക്കമീനും ചമ്മന്തി ഒരാളുണ്ടാക്കി, സാമ്പാറും അവിയലും ഒരാളുണ്ടാക്കി. അതാണ് അവർക്ക് ഭയങ്കര. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പോലത്തെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ടാണ്. പക്ഷെ ഞാനല്ല ഉണ്ടാക്കിയത്. ചോറ് മാത്രം ഞാൻ വെച്ചു. സാമ്പാറെന്നല്ല, പുളിങ്കറി. ഇവർ ചെയ്യിക്കുന്നതിന് കാര്യമുണ്ട് കൂട്ടുകാരെ. ഞാൻ ചോറ് കഴിക്കാൻ വന്നപ്പോൾ അതൊക്കെ കെട്ടി കുറേ പൂവും വെച്ചാണ് വന്നത്. അതുകൊണ്ടാണ് അവർക്ക് ചിരി. ചോറിൽ കല്ലടിച്ചു. ചൂരമീൻ ഉണക്ക പല്ല് പൊടിഞ്ഞാടി. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറ് വെച്ചോണ്ടിരിക്കുക. കഴിക്കട്ടെ. അപ്പം ഞങ്ങളിതാ വൈകിട്ടത്തെ ചായ കുടിക്കുന്നേ. ഉള്ളിവട എടുത്തിട്ടുണ്ട്. ഇതേ 3 പേരുണ്ട് കേട്ടോ. ഒരാളിത് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് നാളായി നമ്മളിതൊക്കെ വല്ലതും കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് അവിടെ ഒരു ചേച്ചി ഇത് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കണേ. അപ്പം പാവം ചേച്ചിയാണ്. ചേച്ചി ഇത് വാങ്ങിക്കണം. അപ്പോൾ വൈകിട്ടത്തെ ചോറെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് തിന്നാം. അതുകൊണ്ടിട്ട് വൈകുന്നേരത്തെ പണിയൊന്നുമില്ല. ഇനി വൈകിട്ടത്തെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തൂക്കല്, വാരൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. വിളക്കൊന്നും കത്തിക്കത്തില്ല. അതുകൊണ്ടിട്ട് വൈകുന്നേരത്തെ പണി എല്ലായിടത്തും എപ്പോഴും പോലെ തന്നെ ഒരു മാറ്റമില്ല. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ജോലി ഇതൊക്കെ തന്നെ. ഉറങ്ങുക, ഇരിക്കുക, അതൊന്നും കാണിച്ചില്ലെന്നേ ഉള്ളൂ. TV കാണുക, TV ഇല്ല, മൊബൈൽ കാണുക. പിന്നെ വെള്ളത്തിനും കറണ്ടിനും പൈസയൊക്കെ അടയ്ക്കുമ്പോഴും വേറെ കടയിൽ പോയി അതിനുശേഷം വന്നിട്ട് ഇത് വാങ്ങിക്കാൻ പോയി അങ്ങനെ കുറേ കറങ്ങി അടിച്ചൊക്കെ നടക്കും. ഒരു ദിവസം എൻ്റെ ജോലി ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. എനിക്കറിയത്തില്ല ഏട്ടാ കൂട്ടാരെ.